കോവളം കൊട്ടാരത്തിൽ ഞാനും സുരേന്ദ്രനും, അന്നത്തെ യുവമോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ഞാൻ വൈസ് പ്രസിഡന്റ്, ഞങ്ങൾ രണ്ടുപേരും ഓടയ്ക്കകത്തായിരുന്നു. സുരേന്ദ്രൻ ഓടയുടെ അടിയിൽ, ഞാൻ അതിൻ്റെ പുറത്ത്. ഞങ്ങൾ രണ്ടുപേരും ആ ഓടയ്ക്കകത്തിട്ടാണ് പോലീസ് അടിക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് കിടക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ അടിയുള്ളൂ. സുരേന്ദ്രൻ്റെ കൈ എൻ്റെ പുറത്തായതുകൊണ്ട് സുരേന്ദ്രൻ്റെ കൈയിലായിരുന്നു അടി, എനിക്ക് അടി. ഞാൻ അപ്പോഴും അവിടെ എനിക്ക് ഈ സ്വഭാവപ്രവൃത്തിയുണ്ട്. അടി കൊണ്ട് ഞാൻ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സ്വഭാവപ്രവൃത്തി. ഞാൻ മുദ്രാവാക്യം വിളിക്കുമ്പോൾ വീണ്ടും അടിക്കുന്നു. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ അടിക്കുന്നത് ഈ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനെയാണ് അടിക്കുന്നത്, ഓർത്തോളം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ മാറ്റിയിട്ട് സുരേന്ദ്രനെ വീണ്ടും അവരടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ആക്രമണമായിരുന്നു അത്. യഥാർത്ഥത്തിൽ യുവമോർച്ചയുടെ ചരിത്രത്തിലെ ഒരു അസാധാരണ സമരമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ AVP-യുടെ ചരിത്രത്തിലൊരു സമരം, യുവമോർച്ചയുടെ കേരള ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സമരങ്ങളിലൊന്നായിരുന്നു കോവളം കൊട്ടാര സമരം. അതും ഇതുപോലെ പോലീസിൻ്റെ കൊടിയ മർദ്ദനമാണ് അത് ശ്രദ്ധിക്കപ്പെടാൻ കാരണം. അന്നും ഇതേപോലെ 1000-ഓളം പ്രവർത്തകരാണ് കോവളത്തേക്ക് മാർച്ച് ചെയ്തത്. ആ പ്രവർത്തകരെ അടിച്ച്, അത് കോവളം പോലെയുള്ള സിറ്റി അല്ലല്ലോ, കോവളം പോലെയുള്ള ഒരു ഗ്രാമീണ മേഖലയിൽ അടിച്ച് വിളകളിലേക്ക് ഓടിച്ച് വിളയിലേക്ക് ഇട്ട് അടിക്കുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ജീപ്പിനകത്തിട്ട് ഇടിക്കുന്നു. അങ്ങനെയുള്ള അതിക്രൂരമായിട്ടുള്ള ആക്രമണമായിരുന്നു അത്. യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട, BJP-യുടെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ശ്രീ കെ സുരേന്ദ്രൻ യുവമോർച്ചയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വവും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വലിയ സമരമായിരുന്നു.